റവ വെച്ചിട്ടുള്ള സെറ്റ് ദോശൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ റവ വെച്ചിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ഇഡലിയുടെ വീഡിയോയിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ഞാനെടുത്ത റവ വറുത്തതാണോ വറുക്കാത്തതാണോ എന്ന്. അന്ന് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ വറുത്ത റവ എടുത്താലും വറുക്കാത്ത റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല വറുത്ത റവ തന്നെ എടുക്കണമെന്ന്. പക്ഷേ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. കുറച്ച് പുളിയുള്ള തൈര് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ റവയുടെ എല്ലാ ഭാഗത്തും തൈര് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 1 കപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവ നല്ല സോഫ്റ്റ് ആണ്. ഇനി നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഈ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ 1-2 പീസ് ഇഞ്ചി ചതച്ചത്, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉടച്ചെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ കറി അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇഡലിക്ക് 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ദോശമാവ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോശ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത 1 കപ്പ് വെള്ളം പോരാ, കുറച്ച് കട്ടിയായിട്ടാണ് മാവ് ഉള്ളത്. അപ്പോൾ 1/4 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. 4 വിസിൽ വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. അതിനുശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് തുടച്ചെടുക്കുക. ഇനി ദോശമാവ് ഒഴിച്ച് കൊടുക്കുക. ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടങ്ങ് പരത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ സെറ്റ് ദോശയല്ല ഉണ്ടാക്കുന്നത്, മസാല ദോശ പോലെ നേരിയ ദോശയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡോളം അടച്ചു വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ദോശൻ്റെ 2 ഭാഗം നല്ലോണം മൊരിയിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഈ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇതിനു മുമ്പ് റവ വെച്ചിട്ടുള്ള വടയും ചെയ്തിട്ടുണ്ട്, ഇഡ്ഡലിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വട കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇഡ്ഡലിയുടെ വീഡിയോ അങ്ങനെ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് മസാല ദോശ പോലെ വലിയ ദോശയായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ ദോശയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ മസാല ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉടച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇത് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്ത നല്ലൊരു ടേസ്റ്റാണ്. ഗ്രേവിയോടെ വേണമെങ്കിൽ ഗ്രേവിയോടെ എടുക്കാം, അല്ല നല്ല തിക്കായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല ചട്നി സെർവ് ചെയ്യാം. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ എളുപ്പത്തിൽ തീരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്